അന്യ സംസ്ഥാനങ്ങളിൽ പോയി പ്രതികളെ സാഹസികമായി പിടികൂടുന്ന കേരള പോലീസിനെ കുറിച്ച് പലപ്പോഴും അഭിമാനത്തോടെയാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതികളെ പിടികൂടാൻ എത്തുന്ന പോലീസുകാരെയും നമ്മൾ സഹായിക്കാറുണ്ട്. എന്നാൽ ഇതിൽ സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ചില പോലീസുകാരെക്കുറിച്ചും പറയാതെ വയ്യ. എറണാകുളം കുറുപ്പുംപടി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഒതുക്കി തീർക്കാൻ ഇടനിലക്കാരായി നിന്ന് കൈക്കൂലി വാങ്ങിയത്. കൈക്കൂലിയുടെ ഒരു വിഹിതം ഗുജറാത്ത് പോലീസിലെ 2 ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തു. രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടിന് പിന്നാലെ കുറുപ്പുംപടി സ്റ്റേഷനിലെ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ായി നിന്ന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തലെ തുടർന്നാണ് കുറുപ്പുംപടി സ്റ്റേഷനിലെ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത്. ഗ്രേഡ് SI റൌഫ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷഫീഖ്, ഷക്കീർ, സഞ്ജു എന്നിവർക്കെതിരെയാണ് നടപടി. നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. പ്രതികളിൽ നിന്ന് വാങ്ങിയ 6.6 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപയും കുറുപ്പുംപടി സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർ പങ്കിട്ടെടുക്കുകയായിരുന്നു. ഗുജറാത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനായി ഗുജറാത്ത് പോലീസിലെ 2 ഉദ്യോഗസ്ഥർ കേരളത്തിലെത്തിയപ്പോഴായിരുന്നു സംഭവം. പ്രതികൾ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഗുജറാത്ത് പോലീസ് പ്രാദേശിക പോലീസിന്റെ സഹായം തേടി. സ്റ്റേഷനിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർ ഗുജറാത്ത് പോലീസിനൊപ്പം അന്വേഷണത്തിനായി പോയി. പ്രതികളെ കണ്ടെത്തിയതോടെ കുറുപ്പുംപടി പോലീസിലെ ഉദ്യോഗസ്ഥർ ഇടനിലക്കാരായി മാറി. അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി 2 പ്രതികളിൽ നിന്നുമായി 3.3 ലക്ഷം രൂപ വീതം വാങ്ങി. ഇതിൽ നിന്ന് ഗുജറാത്ത് പോലീസുകാർക്ക് 30,000 രൂപ വീതം നൽകി. ബാക്കി 6 ലക്ഷം രൂപ കുറുപ്പുംപടി പോലീസിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് വീതം വെച്ചുവെന്നാണ് കണ്ടെത്തൽ. അത്യന്തം രഹസ്യമായി നടത്തിയ ഈ പണമിടപാട് രഹസ്യാന്വേഷണ വിഭാഗമാണ് കണ്ടെത്തിയത്. ഈ സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കൈമാറിയതോടെയാണ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളി പുറത്തായത്. പ്രാഥമിക അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ പണം കൈപ്പറ്റിയതായി സ്ഥിരീകരിച്ചിരുന്നു. പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയ ഈ സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടായിരിക്കുകയാണ്. ന്യൂസ് 18 പെരുമ്പാവൂർ. കേന്ദ്ര അന്വേഷണ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.